അപ്പോൾ കൊച്ചിയിൽ വീണ്ടും അവയവ മാഫിയ പിടിമുറുക്കുകയാണ്. ഇവരുടെ കെണിയിൽപ്പെടുന്നവർ നേരിടുന്നത് കനത്ത സാമ്പത്തിക ചൂഷണം. നിയമത്തിന്റെ പഴുതുകൾ അടച്ചുകൊണ്ടാണ് അവയവ വിൽപ്പന. കൊച്ചിയിൽ നിന്നും അമൽ സുരേന്ദ്രൻ തയ്യാറാക്കിയ അന്വേഷണ റിപ്പോർട്ടിലേക്കാണ് ഇനി. ചത്ത മത്സ്യങ്ങളെ ചന്തയിൽ വിലപേശി വിൽക്കുന്ന ലാഘവത്തോടു കൂടിയാണ് കൊച്ചിയിൽ കിഡ്നി കച്ചവടം പൊടിപൊടിക്കുന്നത്. മട്ടാഞ്ചേരിയിലെയും ചെല്ലാനത്തെയും സാധാരണക്കാരായ ചേരി നിവാസികളെയും പലയിടങ്ങളിൽ നിന്നായി കൊച്ചിയിലെത്തിയ ലൈംഗിക തൊഴിലാളികളെയുമാണ് ഏജന്റുമാർ ലക്ഷ്യമിടുന്നത്. സാമ്പത്തിക പരാധീനതകളെ തുടർന്ന് സ്വന്തം കിഡ്നി വിൽക്കുവാൻ നിർബന്ധിതയായ കൊച്ചി സ്വദേശിനിയാണിത്. എറണാകുളം കടവന്തറയിൽ സ്ഥിരതാമസമാക്കിയ ലത എന്ന ഏജന്റ് മുൻകൈയെടുത്താണ് ഇവരുടെ സർജറി നടത്തിയത്. എന്റെ കിഡ്നി കൊടുത്തിട്ട് എനിക്ക് ഇതുവരെ ഒരു മോചനം ഉണ്ടായില്ല. എന്തുണ്ടായില്ല, ശരീരത്തിന് അംശം പോയല്ലാണ്ട് വേറെ വഴി എനിക്കൊന്നും സമ്പാദ്യമില്ല. ഡോക്ടർമാരുള്ളത് പേഷ്യൻ്റ് ആൾക്കാരാണ്, ഇവിടെ നിന്ന് പരിചയപ്പെട്ടതെന്നൊക്കെ പറയണം. നമ്മളിങ്ങനെ കാശിനാണ് കൊടുക്കണമെന്നും പറയരുത് എന്ന് പറയും. കുഴപ്പമില്ല, ഞങ്ങൾക്ക് ആളുണ്ടാക്കാം എന്നും പറഞ്ഞിട്ടാണ് ആളുണ്ടാക്കിയത്. ഞങ്ങളെയും ഭാര്യയെന്നും പറഞ്ഞിട്ട് അവർക്ക് 50,000. ശസ്ത്രക്രിയ നടത്താൻ ഉദ്ദേശിക്കുന്ന ആശുപത്രിയോട് ചേർന്ന ക്യാന്റീനുകളിലും ഹോട്ടലുകളിലുമാണ് കൂടിക്കാഴ്ച. ഏതെങ്കിലും കാരണത്താൽ ഒരാശുപത്രി ശസ്ത്രക്രിയ നിരസിച്ചാൽ മറ്റൊരിടത്തേക്ക് വേഗത്തിൽ അവയവദാതാവിനെ എത്തിക്കും. കിഡ്നി വിൽക്കുവാനുണ്ടെന്ന വ്യാജേന ഞങ്ങൾ ഏജന്റിനെ കാണാൻ തീരുമാനിച്ചു. ലാഘവത്തോടെ തന്നെ ഏജന്റ് കിഡ്നിയുടെ വിലയുറപ്പിച്ചു. പിന്നെ ടെസ്റ്റ് എല്ലാം കറക്റ്റായിട്ട് വരണം. ഒന്നാമത്തെ ടെസ്റ്റ് ചെയ്യുമ്പോൾ പേപ്പർ വർക്കുണ്ട്. ടെസ്റ്റിന് വരുമ്പോൾ നിങ്ങൾക്ക് സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം കിഡ്നി വിൽക്കാൻ പോലും തയ്യാറാകുന്നവർക്ക് പറഞ്ഞുറപ്പിച്ച പണം പോലും ലഭിക്കുന്നില്ല. ആ ചേട്ടൻ വിളിച്ചെന്ന് വാസുവിനെ കാണാനെന്ന് പറഞ്ഞ് ചെന്നപ്പോൾ ഞാനിങ്ങനെ കഥ വെച്ച്, ചേട്ടൻ എത്ര കാശ് കൊടുത്തു പറഞ്ഞപ്പോൾ 16 ലക്ഷം രൂപ കൊടുത്തു മോളെന്ന് വെച്ച് പറഞ്ഞു. ഞാൻ 16 കൊടുത്താ. ആ 16 കൊടുത്ത് ഞാൻ എനിക്ക് തന്നത് എൻ്റെ എല്ലാം കൂടി കഴിച്ചിട്ട് എനിക്ക് 5.5 ലക്ഷം രൂപ എനിക്ക് തന്നത്. അവയവദാനത്തിന് സർക്കാരിന്റെ മൃതസഞ്ജീവിനി പദ്ധതിയുണ്ട്. ഇതിനെ പരസ്യമായി വെല്ലുവിളിച്ചും അട്ടിമറിച്ചുമാണ് അവയവ കച്ചവടം നഗരഹൃദയത്തിൽ നടക്കുന്നത്. അവയവം കൊടുക്കുന്നവന്റെ ജീവനായാലും അവയവം വാങ്ങുന്നവന്റെ ജീവനായാലും ഒരേപോലെ വിലപ്പെട്ടതാണ്. അതിൽ പണമുള്ളവനെന്നോ പണമില്ലാത്തവനെന്നോ ഭേദം കാണേണ്ടതില്ല. പക്ഷേ ഇവർക്കിടയിൽ വരുന്ന ഇടനിലക്കാരന്റെ ചൂഷണമുണ്ടല്ലോ, അത് അവസാനിപ്പിക്കേണ്ടത് ആരോഗ്യരംഗത്തെ സർക്കാർ സംവിധാനങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ്. അമൽ സുരേന്ദ്രൻ, 24 കൊച്ചി. ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണല്ലേ. ആ രീതിയിലുള്ള ചൂഷണങ്ങളുണ്ട്, അത് ശ്രദ്ധിക്കണം. ഇതുപോലെ ഈ പറയുന്നത് പോലെ അവയവദാനത്തിന് പ്രത്യേക നിയമങ്ങളുണ്ട്, പ്രത്യേക മാനദണ്ഡങ്ങളുണ്ട്. അത് കൃത്യമായി ഡോക്ടറുമായിട്ടും ആശുപത്രിയുമായും ഒക്കെ സംസാരിച്ച് നേരിട്ട് ചെയ്യേണ്ട കാര്യമാണ്. അതിന് ഒരു പാനൽ തന്നെ തീരുമാനിക്കും പല കാര്യങ്ങളും, അല്ലാതെ ഇതേപോലെ ഇടനിലക്കാർ നിന്ന് ചെയ്യേണ്ട ഒരു കാര്യമല്ല അത്. അപ്പോൾ ഈ രീതിയിൽ ചതിക്കുഴികളുണ്ട് എന്നത് നമ്മളെ ഞെട്ടിക്കുന്ന ഒരു, പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ട് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവരെയാണ് ഇങ്ങനെ എളുപ്പത്തിൽ പറ്റിക്കുന്നത്. അതെ, മറ്റൊന്നുമില്ല. അതായത് ജീവിക്കാനുള്ള ഉപാധികളൊന്നും ഇല്ലാതെ വരുമ്പോൾ സ്വന്തം ശരീരത്തിലെ അവയവങ്ങൾ വിൽക്കുക എന്നതിലേക്ക് അവർ പോകുന്നു.